everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറിച്ചിട്ട് സംസാരിക്കാനും ഞാൻ എൻ്റെ പിഗ്മെന്റേഷൻ എങ്ങനെ മാറ്റിയതെന്ന് പറയാനും എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. കമോൺ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് വരിക, അല്ലെങ്കിൽ ടാൻ ആയിട്ട് അത് പിന്നെ മാറാണ്ടിരിക്കുക എന്നൊക്കെ ഉള്ളത്. എനിക്ക് നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. എന്നെ നേരിട്ട് കണ്ട ആൾക്കാർക്ക് അറിയാം, എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫോർഹെഡിൽ ഒരു പാച്ച് പോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ 2-3 ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രീംസും ഹോം റെമഡീസും എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല മാറ്റം വരും, അതൊന്ന് ചെയ്ത് നോക്കൂ, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 വർഷം കറക്റ്റായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്തിട്ടും എനിക്കിതിലൊരു മാറ്റം കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു കളർ റെഡ്യൂസ് ആവുന്നുണ്ട്, പക്ഷേ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചോ അല്ലെങ്കിൽ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു സാധനം കുറയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഫൈനലി ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുണ്ടായത്. അപ്പം ഇത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലൊരു ചേഞ്ച് വരാൻ മാത്രമല്ല, എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്ന് പറയാനും തുടങ്ങി ആ ഒരു കളർ മാറിയല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ പല ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു പിഗ്മെന്റേഷൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഞാനൊരു ഫിൽറ്ററും യൂസ് ചെയ്തിട്ടില്ല, ഒരു മേക്കപ്പും ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം എൻ്റെ ആ ഒരു ഫോർഹെഡിലുള്ള പാച്ച് നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല, ഭയങ്കര ആയിട്ട് കുറഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പം അപ്കമിങ് ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ കല്യാണമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോഡക്റ്റാണ് ഇത്. നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് ഷീറ്റ് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ വൈറ്റമിൻ സി ആൻഡ് ഗ്ലൂട്ടാതയോൺ എഫർവെസൻ ടാബ്ലറ്റ് ആണ്. ഇതിൽ 20 ടാബ്ലറ്റ്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനൊരു ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെമൺ ആൻഡ് സ്ട്രോബെറി ആണ്. ഇതൊരു ക്യാൻഡി ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാവാറ്. ഇത് നമുക്ക് ആ സ്മെല്ല് വരുന്ന സമയത്ത് അങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതെങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇതിൽ ജാപ്പനീസ് ഒപ്പീറ്റക് ഗ്ലൂട്ടാതയോൺ ആൻഡ് വൈറ്റമിൻ സി ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സപ്ലിമെന്റ്സ് ആവുന്ന സമയത്ത് പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതിന് ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കുമോ അല്ലയോ എന്ന്. ഇതിന് അങ്ങനെ ഒരു പേടിയും വേണ്ട. ഇതിൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഷുഗർ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. 0.24 ഗ്രാംസ് മാത്രമേ ഉള്ളൂ ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അധികം ആൾക്കാർക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സും എന്തൊക്കെ മെത്തേഡ്സിൽ യൂസ് ചെയ്യാമെന്നും അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത്രയും മാർക്കറ്റ്സിൽ ഇത്രയും ബ്രാൻഡ്സും സപ്ലിമെന്റ്സും ഗ്ലൂട്ടാതയോണിന് അവൈലബിൾ ആയിട്ടും എന്തുകൊണ്ട് ഷീറ്റ് ന്യൂട്രിക്സ് തന്നെ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഡെർമറ്റോളജിസ്റ്റ് അപ്രൂവ് ചെയ്തതാണ്. നമുക്ക് 8 വീക്സിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ജാപ്പനീസ് ഒപ്പീറ്റക് ഗ്ലൂട്ടാതയോൺ നമ്മളെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാനും ഒരു ഫാസ്റ്റർ റിസൾട്ട് കിട്ടാനും കൂടി ഹെൽപ്പ് ചെയ്യും. എന്താണ് ഈ ജാപ്പനീസ് ഒപ്പീറ്റക് ഗ്ലൂട്ടാതയോൺ? നമ്മളെ സെൽ ഡാമേജസ് കോസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്നും UV റേസിൽ നിന്നും പൊല്യൂഷൻസിൽ നിന്നും ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ജാപ്പനീസ് ഒപ്പീറ്റക് ഗ്ലൂട്ടാതയോൺ. ഇത് നമ്മളെ പിഗ്മെന്റേഷൻസ് റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും സ്കിൻ ഈവൻ ടോൺ ആക്കാനും റേഡിയന്റ് ഗ്ലോ നമ്മളെ സ്കിന്നിൽ കൊണ്ടുവരാനും സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ഇൻഹിബിറ്റ്സ് ടൈറോസിൻ എന്ന് വെച്ചാൽ നമ്മളെ ഡൾ സ്കിൻ സെൽസിനെ റെഡ്യൂസ് ചെയ്യാനും ബ്രൈറ്റ് സ്കിൻ സെൽസിനെ ഇൻക്രീസ് ചെയ്യാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മളെ സ്കിന്നിന് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിൽ വൈറ്റമിൻ സി നമ്മളെ ഗ്ലൂട്ടാതയോൺ നമ്മളെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടി കൂട്ടുകയും ഇതിൻ്റെ ഗ്ലൂട്ടാതയോണിൻ്റെ എഫിഷ്യൻസി കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വൈറ്റമിൻ സിൻ്റെ വേറെ ഒരു പ്രോപ്പർട്ടിയാണ് ആൻറ്റി ഏജിങ് ആൻഡ് ഫൈൻ ലൈൻ റിഡക്ഷൻ. ഇതുകൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് മാർക്കറ്റ്സിൽ ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സും അവൈലബിൾ ആണ്. ഇഞ്ചെക്ഷൻസ് ആയിട്ടും സോളിഡ് ഫോംസ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ്, പിൽസ്, ടാബ്ലറ്റ്സ്, ഗമ്മീസ് ആയിട്ടും എല്ലാം അവൈലബിൾ ആണ്.
പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എഫർവെസന്റ് ഗ്ലൂട്ടാത്തയോൺ കൺസ്യൂം ചെയ്യണം എന്ന് പറയുന്നത്? എഫർവെസന്റ് ഗ്ലൂട്ടാത്തയോൺ ഒരു ലിക്വിഡ് ഫോമാണ്. സോളിഡ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സിനെക്കാളും കൂടുതൽ ലിക്വിഡ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സോളിഡ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് നിറയെ കണ്ടുവരാറുണ്ട്. ആ ഒരു പ്രോബ്ലംസ് ഈ ഒരു സപ്ലിമെന്റ് എഫർവെസന്റ് സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ ഇതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. എന്തുകൊണ്ടാണ് ജാപ്പനീസ് ഒപ്പീറ്റഡ് ഗ്ലൂട്ടാത്തയോൺ തന്നെ എടുക്കണം എന്ന് പറയുന്നത്? ജാപ്പനീസ് ഒപ്പീറ്റഡ് ഗ്ലൂട്ടാത്തയോൺ ഈസ്റ്റിൽ നിന്ന് നാച്ചുറലി ഡിറൈവ് ചെയ്തു വരുന്ന ഒരു ഗ്ലൂട്ടാത്തയോൺ ആണ്. ഇറ്റ് ഈസ് US FDA അപ്രൂവ്ഡ്, സേഫ് ആൻഡ് ഇഫക്റ്റീവ് ഫോർ കൺസംഷൻ. ഓറൽ കൺസംഷനിലൂടെ പല സപ്ലിമെന്റ്സും എഫക്റ്റ് കാണിക്കാറില്ല. പക്ഷേ ഈ ഒരു സപ്ലിമെന്റ് ഓറൽ കൺസംഷനിലൂടെ നല്ല ഒരു എഫക്റ്റീവ് റിസൾട്ട് തന്നെ കാണിച്ചു തരുന്നു. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും, ഇസ് ഇറ്റ് വേഗൻ ഓർ ഹലാൽ? ഇറ്റ് ഈസ് വേഗൻ, ഹലാൽ ആൻഡ് കോഷർ സർട്ടിഫൈഡ്. ഒപ്പീറ്റഡ് ഗ്ലൂട്ടാത്തയോണിന് മദർ ഓഫ് ആന്റി ഓക്സിഡന്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിനെ കുറച്ച് നമ്മളെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും കുറയ്ക്കാനും സ്കിൻ ഈവൻ ടോൺ ആക്കാനും റേഡിയന്റ് ആയിട്ടുള്ള ഒരു ഗ്ലൂ തരാനും സഹായിക്കുന്നു. ഈ പ്രോഡക്റ്റിന്റെ വേറെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആഡഡ് ഷുഗർ ഇല്ല, വേഗൻ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ആഡഡ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇല്ല, ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവാറില്ല, അബ്സോർപ്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആണ്, നല്ല എഫക്റ്റീവ് റിസൾട്ടും തരും. ഇതാരൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു പിഗ്മെന്റേഷനോ ടാനിങ്ങോ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കുറേ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു, എന്നിട്ടും ഒരു റിസൾട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ കല്യാണം ഉറപ്പിച്ച് കല്യാണം ഒരു കുറച്ച് മാസങ്ങളുടെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. ഇത് പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും നിങ്ങളുടെ സ്കിന്ന് അതിൻ്റെ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ സ്കിന്നൊന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഈ സപ്ലിമെൻ്റ് എങ്ങനെ കൺസ്യൂം ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ ഒരു 250 ml ഓഫ് വാട്ടർ എടുക്കുക. ഞാൻ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് എടുത്തത്. അതിനകത്തേക്ക് ഒരു ടാബ്ലറ്റ് ഇടുക. കണ്ടോ? ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. ഇത് ഫുൾ ഡൈല്യൂട്ട് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഈ ടാബ്ലറ്റ് ഫുള്ളായിട്ട് ഈ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് കുടിക്കട്ടെ കേട്ടോ. ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള സോഡ ഒക്കെ കുടിക്കുന്ന ഫീലാണ് ഉണ്ടാവുക. നിങ്ങളൊരു മെഡിസിൻ എടുക്കുകയാണെന്ന്, ഒരു സപ്ലിമെന്റ് എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നത്തേ ഇല്ല. പിന്നെ ഇത് ഏതൊക്കെ സമയത്താണ് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമിൽ കൺസ്യൂം ചെയ്യണം എന്നൊന്നും ഇല്ല. നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു മീൽ കഴിഞ്ഞിട്ട് കൺസ്യൂം ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഞാൻ എൻ്റെ ലഞ്ച് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി കൺസ്യൂം ചെയ്യാറ്. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുക. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻസിൽ അത് മെൻഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.